ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് അമ്മയോടൊപ്പം 5-ാം ദിനം. ജപമാല ഉപയോഗിച്ച് ജപമാല പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ്റെ ട്രഷർ ഇൻ ദ ക്ലേ എന്ന് പറയപ്പെടുന്ന, അഥവാ മൺപാത്രത്തിൽ നിധി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വിമാനം അതിൻ്റെ റൺവേ ഉപയോഗിക്കുന്നത് പോലെയാണ് നമ്മളുടെ ഈ ജപമാല നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ആ റൺവേയിലൂടെ ദീർഘദൂരം അതിൻ്റെ വീലിൽ അത് കുറെ ഓടി മുമ്പോട്ട് പോയിട്ടാണ് അത് പിന്നീട് പറന്നുയരുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ വിരലുകൾ കൊണ്ട് നമ്മൾ ഈ ജപമാല ചൊല്ലുമ്പോൾ ജപമാലയിലൂടെ നമ്മൾ ശരീരം കൊണ്ട് കൂടി ഈ പ്രാർത്ഥനയിൽ ഇൻവോൾവ് ആവുകയാണ്, ലയിച്ചേരുകയാണ്. അതായത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മൾ ലയിച്ചു ചേരേണ്ട ധ്യാന പ്രാർത്ഥനയാണ് ജപമാല. അതുകൊണ്ട് ജപമാല കയ്യിൽ ഉപയോഗിച്ച് തന്നെ ജപമാല പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അതിൻ്റെ ഫലം അങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അല്ലാതെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ജപമാല ഇല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ഒരു പ്രാർത്ഥന നമുക്ക് അങ്ങനെ എണ്ണാനായിട്ടൊക്കെയുള്ള പല മെത്തേഡ്സ് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ ഇന്നാളൊരെണ്ണം അങ്ങനെ പങ്കുവെച്ചായിരുന്നു. നമ്മൾ ജപമാല കയ്യിലില്ലെങ്കിൽ ജപമാല 10 കൃത്യമായും എങ്ങനെ ചൊല്ലാമെന്നുള്ളത്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ കയ്യിൽ ജപമാല കൊണ്ടു നടക്കുകയും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ജപമാല ഉപയോഗിച്ച് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു സാക്ഷ്യം കൂടിയാണ്. മറ്റുള്ളവർ കാണുക, ഞാനൊരു മരിയ ഭക്തനാണ്, ഞാൻ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നു, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിൽ ശരണപ്പെടുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാനുള്ള, മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യം നൽകുവാനും മാതൃകയാകുവാനുമായിട്ടുള്ള അവസരം കൂടിയാണ് ജപമാല കയ്യിൽ കൊണ്ടു നടക്കുന്നതും അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർ കാണെ തന്നെ അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ജപമാല പ്രാർത്ഥനകൾ മറ്റുള്ളവരെ പരിശുദ്ധ അമ്മയിലേക്ക് ആകർഷിക്കുന്ന ഒരു മാതൃകയുടെ അല്ലെങ്കിൽ ഒരു പ്രചോദനം നൽകുന്നൊരു പ്രാർത്ഥന കൂടിയായി തീരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം.